പന്തലിലേക്ക് സ്വാഗതം. ഇന്നലെ കുനിഞ്ഞതാ നിങ്ങളുടെ കുഞ്ഞളെ ഇതുവരെ നിവർന്നിട്ടില്ല. നമുക്ക് എന്നാലും ഇന്ന് നിവർത്തിക്കാം. അങ്ങനെ കുനിഞ്ഞതൊന്നുമല്ല, കുഞ്ഞാൻ വേണ്ടി നിവരാൻ വേണ്ടി കുനിഞ്ഞതായിരിക്കും. അങ്ങനെ ആയതാണ്. അതെ അതെ, നല്ല നാക്കിന്റെ ബലം കൊണ്ട് കുനിഞ്ഞതല്ല നിങ്ങളുടെ കുഞ്ഞളെ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിമൻസ് ഡേ ആശംസകൾ. വിമൻസ് ഡേ ആശംസകൾ. നാണുണ്ടോ നിങ്ങൾക്ക് അത് പറയാൻ? നിങ്ങൾക്ക് അത് പറയാൻ എന്തോടോ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഉളുപ്പില്ലാതെ വിമൻസ് ഡേ പറയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ട സ്ത്രീ, സ്ത്രീ പറയട്ടോ, ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു IT കമ്പനി തുടങ്ങി. അവരുടെ കഴിവും പ്രാഗൽഭ്യവും കൊണ്ട് ഒരു IT കമ്പനി തുടങ്ങിയിട്ട് അതിനെ പൂട്ടിപ്പിച്ച ആളല്ലേടോ നിങ്ങൾ. എന്നിട്ടാണ് നിങ്ങൾ വിമൻസ് ഡേ പറയുന്നത്. അമ്മയുടെ പെൻഷൻ കാശിൽ തുടങ്ങിയ IT കമ്പനി. അത് തന്നെ. എന്തോരം കഴിവുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. മുളയിലെ നുള്ളിക്കളഞ്ഞു നമ്മൾ. നുള്ളിക്കളഞ്ഞു. അതെ അതെ, അത് മുള്ളിക്കളയില് കത്തിച്ച് കളയേണ്ട സംഭവം അതൊക്കെ. വിമൻസ് ഡേ ഉണ്ടാക്കാൻ വന്നേക്കുന്നത് എന്താണോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇവർക്ക് പെണ്ണുങ്ങൾ പണ്ടേ കണ്ടു. ഇവർക്ക് മറ്റേ വനിതാ രത്നങ്ങളായിട്ടുള്ളത് ഈ പറയും പോലെ ഈ പാവം പിടിച്ച വീണ വിജയനും ഈ പെൻഷൻ കാശ് നൽകിയ കമല മാഡവും പിന്നെ ആരൊക്കെയായിരുന്നു നിങ്ങളുടെ ധീര വനിതകൾ? ആരൊക്കെയായിരുന്നു? ചിന്തയേച്ചി, പിന്നെ മേയർ ആര്യയുട്ടി, ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ ധീര വനിതകൾ. അതെ, ശൈലജ എന്തോ എങ്ങനെ ശൈലജ ടീച്ചറോ? ആ പാവം പിടിച്ച ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാത്ത ടീമല്ലോട് നിങ്ങൾ. എന്നിട്ട് ഇവർ കുറെ വനിതാ രത്നങ്ങളെ വിമൻസ് ഡേയെ കുറിച്ച് പറയുന്നത്. പാവം പിടിച്ച ഒരു പെങ്കൊച്ചിന്റെ IT കമ്പനി ഞങ്ങൾ പൂട്ടിച്ചു. അങ്ങനെ ഇവിടെ കേരളത്തിൽ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമേ പൂട്ടിക്കുന്നുള്ളൂ. അത് ഈ പാവം പിടിച്ച ആൾക്കാർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കമ്പനി തുടങ്ങുമ്പോൾ പല കൊനഷ്ടം കൊണ്ട് വന്നിട്ട് എടോ ഈ വിമൻസ് ഡേയിൽ ഉയർത്തിക്കാട്ടാൻ CPM-ൽ നിന്നുള്ള വനിതകളല്ലാതെ വേറെ ഏതിരിക്കുന്നോ? CPM-ൽ ഏതാ വനിത ഇവിടെ? പണ്ടൊരു ആരായിരുന്നു നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഉണ്ടായിരുന്നു, വിനോദിനി കൊടിയേരി. അവരെങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നില്ല. ഇപ്പൊ എന്താർക്കും വേണ്ടേ? ഇപ്പൊ ആർക്കും വേണ്ടേ? ഇപ്പൊ വനിതാ രത്നങ്ങളായിട്ട് ഞങ്ങൾ പറയാനുള്ളത് ആരാ? സ്വപ്ന സുരേഷ്. എന്താ കുഴപ്പം? എന്താ സ്വപ്ന സുരേഷ്, പിന്നെ അതേപോലെ തന്നെ KK രമ, മറിയക്കുട്ടി, ഇവരൊക്കെ അല്ലേടോ വനിതാ രത്നങ്ങൾ? സ്വന്തമായി നിലപാട് കൃത്യമായി പറയുന്ന ആൾക്കാർ ഇവരൊക്കെ അല്ലേടോ? അവരല്ലേടോ വനിതാ രത്നങ്ങൾ എന്ന് പറയേണ്ടത്? പിന്നെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ ഈ കൂട്ടത്തിൽ ഇവർക്കല്ല വേറെ ധൈര്യം ഉണ്ടോടോ? സ്വപ്ന സുരേഷ് നാഴേക്ക് 40 വട്ടം വന്ന് വിറപ്പിച്ചിട്ട് പോകുന്നു. എന്നിട്ട് പേരിന് പോലെ കേസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാ? വെറുതെ വിട്ടിരിക്കുന്നതാണോ? അതെ, വെറുതെ വിട്ട്. എന്തോ പേടിയാണ്? പേടിയല്ല. വിമൻസ് ഡേ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തത്കാചാര്യൻ ഞങ്ങളുടെ പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചിന്തസഖാവ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതെ, വനിതകളെല്ലാം അത് കേട്ട് പഠിക്കണം. ചിന്തസഖാവ്. അപ്പൊ ചിന്തസഖാവ് പറഞ്ഞത്, അതായത് ചിന്തസഖാവ് ആരോട് സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ജോലിയായോ? സ്ത്രീകൾ പറയുന്ന ഒരു ജോലി ഇല്ലെന്നാണ്. എങ്ങനെ ജോലി ഉണ്ടാവോ? നാട്ടിലെ സംസ്ഥാന സർക്കാർ എങ്ങനെ അങ്ങനെയല്ലോ. അപ്പം ചിന്തസഖാവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന സ്ത്രീകളാണ്, ഒരു ശമ്പളം പോലും മേടിക്കാതെ, ഡയലോഗ് അടിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാന്ന്. അത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കാൻ വീടുകളിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. അതിന്റെ മാതൃകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം. ശരിയാ, വീടുകളിൽ പറയുന്നത് അതായത് ഒരു ജോലിയും എടുക്കാത്ത ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? ഉണ്ട്. എനിക്ക് 2 പേരെയും 3 പേരും 4 പേരെ അറിയാം. ചിന്താ ചെറും, പിന്നെ കമല മാഡം, പിന്നെ വീണ വിജയൻ, പിന്നെ മേയർ അങ്ങനെയും പറയാം. പിന്നെ എടോ ഏറ്റവും ചെറുപ്പക്കാരിയായ അച്ചടി ഭാഷയിൽ അങ്ങ് 2 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവി എന്നാണ് വിചാരം. വേറൊരു ഡയലോഗ് കൂടി അവർ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരേ പോസ്റ്റ് 2 ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും. ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള ആക്രോശമായിരുന്നു അവർ എനിക്ക് നേരെ നടത്തിയത്. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ വന്നപ്പോഴോ അങ്ങനെയല്ല, തികഞ്ഞ സ്വീകാര്യത എനിക്ക് ലഭിക്കുന്നു. അതിന് താഴത്തെ കമന്റ് നോക്കണം. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അമ്മതിരി കമന്റ്, അത് എനിക്ക് ആലോചിക്കാൻ പോലും പിന്നെ മുത്തിക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അതല്ല പറയുന്നത്, ഈ സർക്കാരിന്റെ കീഴിൽ ഈ സർക്കാരിനൊരു കപ്പിത്താനുണ്ട് സർ. ഈ കപ്പൽ അങ്ങനെ ആടി ഉലയില്ല സർ. ഈ കപ്പിത്താൻ ഒരു ക്യാപ്റ്റനാണ് സർ. ഈ ക്യാപ്റ്റൻ ഇരട്ട ചങ്കനാണ് സർ. എന്താ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിങ്ങൾ വനിതാ രത്നത്തിൽ ഇങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഒക്കെ കൊടുക്കുള്ളൂ?
അല്ല നിങ്ങൾക്ക് ഇങ്ങനെ സ്ത്രീകളൊന്നും വലിയ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യധാരയിലേക്ക് നിങ്ങൾക്ക് എത്ര പേരാണോ ഈ ഇരിക്കുന്ന ഇലക്ഷനിൽ വനിതാ കാൻഡിഡേറ്റ് ആയിട്ടുള്ളത്? കെ ശൈലജ ടീച്ചർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതും കൊണ്ട് നിർത്തിയിരിക്കുന്നത് എവിടെ? വടകരയിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? പോരാട്ടം നടക്കും. പോരാട്ടം. വടകര നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ശൈലജ ടീച്ചറിലൂടെ നമ്മൾ വടകര തിരിച്ചു പിടിച്ചിരിക്കും. ഇന്നലെ ആ നിങ്ങൾ വിമൻസിന് പ്രാതിനിധ്യം കൊടുക്കുന്ന ആൾക്കാരാണല്ലോ. ഓക്കെ, പോട്ടെ, പാർട്ടി പോട്ടെ, എല്ലാം പോട്ടെ. ആ പത്മജ എന്തൊക്കെയായിരുന്നു ഇന്നലെ പറഞ്ഞത്? എന്താ പത്മജ സ്ത്രീ അല്ലേ? സ്ത്രീ മിണ്ടരുത്. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, പണ്ടൊക്കെ മറ്റേ ഒരിടയ്ക്ക് ഒരു റീൽ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, മസിനഗുഡ വഴി ഊട്ടിക്ക്, ഇപ്പൊ കോൺഗ്രസ് വഴി BJP-യിലേക്കെന്നാ. കോൺഗ്രസ് വഴി CPM-ലേക്ക് പോയ ആൾക്കാരുടെ ലിസ്റ്റ് ഇവിടെ എടുക്കണോ? കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പണ്ടൊക്കെ എന്തായിരുന്നു? മാണി നാറി നാറി മാണി എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെ കുറിച്ച് യാതൊരു പാട്ടും കേൾക്കാറില്ല. ഗണേഷ് കുമാറിന്റെ കാര്യം വല്ലതും പറയണോ? അല്ലല്ല, ബാലകൃഷ്ണൻ പിള്ളയെ കുറിച്ച് ഇവിടെ പറഞ്ഞതൊക്കെ പറയണോ? മാണി സാറാണോ? അത് മാണി വേറെന്തോ പറഞ്ഞ സഖാവെന്നോ? മാണി സഖാവെന്ന് എന്തോ പറയുമ്പോൾ ഞാൻ കേട്ടായിരുന്നേ. മാണി ആര്? ജോസ് കെ മാണിയുടെ അച്ഛനാണല്ലോ. വളരെ സ്വീകാര്യനാണ് കേട്ടോ, വളരെ സ്വീകാര്യനാണ്. അതെ, മാണി സാറിനെ കുറിച്ച് നിയമസഭയിൽ ഞങ്ങൾ കണ്ടായിരുന്നു ഇവരുടെ സ്വീകാര്യത. ഓർമ്മിപ്പിക്കല്ലേ ആ കറുത്ത ദിനത്തെ കുറിച്ച്? ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കണ്ടതാ. പൊക്കി മടക്കി കുത്തി നിയമസഭയുടെ മണ്ടയിൽ. പിന്നെ നമ്മുടെ EP അണ്ണന്റെ വക കസേരയൊക്കെ എടുത്ത് എറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാ. അത് പിന്നെ രാഷ്ട്രീയമാകുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും, പരസ്പര വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് എന്തു ആവാം കേട്ടോ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം. ഇന്നലെ ഡയലോഗ് ഉണ്ടായിരുന്നില്ല, എന്നാൽ പട്ടിക്കഷ്ണം എല്ലും കഷ്ണം കണ്ടാൽ ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP. അതിനെ ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് തന്നെ എങ്ങ് മൂല്യം കിടക്കുന്നവരാ ഇത് പറയുന്നതെന്ന് ആലോചിക്കുക. പിന്നെ ഇന്ത്യ സഖ്യത്തെ കുറിച്ചൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സഖ്യത്തിലോട്ടൊന്നും പോകണ്ട, കാരണം ഇന്നലെ മുതൽ പറയുന്നല്ലോ ഇവിടുത്തെ കേരളത്തിൽ ഇങ്ങ് അറ്റത്ത് കിടക്കുന്ന, കേരളത്തിൽ അറ്റത്ത് കിടക്കുന്ന CPM-നെ ആണോ അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്ന BJP ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞങ്ങളുടെ ശക്തരായ നേതാക്കൾ പാർലമെന്റിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ. എത്തിയിട്ട് എന്ത് കാണിക്കും? ശൈലജ ടീച്ചറൊക്കെ അങ്ങ് എത്തിക്കോട്ടെ. എത്തിക്കാൻ വേണ്ടി തന്നെയാണോടോ കേരളത്തിൽ നിന്ന് കെട്ടിയടിക്കാനല്ലോ നിങ്ങളുടെ പ്രധാന ശ്രമം നിങ്ങൾ നടത്തുന്നത്? അനാവശ്യം പറയില്ല, അനാവശ്യം നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അത് അനാവശ്യം. വടകരയിൽ ശൈലജ ടീച്ചർ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് കൊടുങ്കാറ്റാണ് വീശിയത്? ശരി കൊടുങ്കാറ്റാ വീശിയത്. ഈ പറയുന്ന മുഖ്യമന്ത്രി ഇപ്പൊ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ടാണ് ഇവർ കുറെ ഘോരം പ്രസംഗിച്ചത്. ഈ പറയുന്ന മുഖ്യമന്ത്രിയിലെ കഴിഞ്ഞ ദിവസം ആരും വിളിച്ച അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും നല്ല പ്രാസംഗികൻ പിണറായി വിജയനാണെന്ന് കൊച്ചു പിള്ളേർക്ക് വരെ. പിന്നെ ആ പെൺകുട്ടി പറയേണ്ട കാര്യമുണ്ടോ? പെങ്കൊച്ചത്തെ കുറ്റമാണോ പറഞ്ഞത്? നല്ലതല്ലേ പറഞ്ഞത്? ഉത്തരമുട്ടി കുഞ്ഞളിയന് ഉത്തരം മുട്ടത്തൊന്നുമില്ല. നമ്മളുടെ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല പല പരിപാടികൾ പ്ലാൻ ചെയ്തു. എന്താ? വീണ വിജയന്റെ കമ്പനി ഒന്നുകൂടി വളർത്തുക. വീണ വിജയന്റെ നിങ്ങളോട് പറഞ്ഞത് മറ്റേ കത്തുന്ന ജ്വലിക്കുന്ന യുവത്വത്തെ അല്ലെങ്കിൽ യുവതിയെ നമ്മൾ കയറി എന്തോ ചെയ്തു എന്നോ പറഞ്ഞു എന്നോ, നമ്മൾക്ക് വിമൻസ് ഡേ പറയാനുള്ള അർഹത പോലും ഇല്ലെന്നോ അതൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തിയായ നേതാവ് നേതാവല്ല വീണ. എങ്ങനെ? അല്ല അതൊന്ന് പറയും അത് പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ സംഭവം? ശക്തയായ നേതാവ് അല്ലേ? ഏത് വകയ്ക്ക് വക എവിടെ കിടപ്പുണ്ടല്ലോ. AKG സെന്ററിന്റെ അഡ്രസ് എടുത്ത് സ്വന്തം കമ്പനി തുടങ്ങിയത് ആ വകയ്ക്കാണോ? AKG സെന്ററിന്റെ അഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി അംഗത്വം കിട്ടോ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ക്ഷമിച്ചെന്ന് വെച്ച് ഇന്ന് അങ്ങനെ ക്ഷമിക്കാൻ എന്താ പുതിയ അടവ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇന്ന് തനിക്കെന്നെ അറിയില്ല. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് തന്നെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്താ സ്ത്രീ ആയതുകൊണ്ട്? ആര്? ഞാൻ. താത്വികാചാര്യൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് മര്യാദപൂർവ്വം പെരുമാറണം. അയ്യോ ആ മര്യാദയെ കുറിച്ചൊന്നും പറയലേ. സ്വപ്ന സുരേഷിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നമുക്ക് നന്നായിട്ട് അറിയാം. അത് പറഞ്ഞപ്പോഴാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആരാണാവോ? പി ശശി. എന്തെങ്കിലും ഞാൻ ഇനി പറയണോ? സുരക്ഷയെ കുറിച്ച് സെമിനാറിൽ എന്നിട്ട് ആ സെമിനാറിൽ പോയ സ്ത്രീകൾക്ക് സുരക്ഷിതമായി തന്നെ അവിടെ ഉണ്ടോ? റിപ്പോർട്ട് അതെ ഒന്ന് തപ്പി നോക്ക്, ചിലപ്പോൾ കാണാൻ സാധ്യത കുറവായിരിക്കും. സുരക്ഷിതമായിട്ടേ
പാർട്ടി ഓഫീസുകളിൽ ഏത് സ്ത്രീകൾക്കും സുരക്ഷിതത്വത്തോടെ കയറി വരാം. എങ്ങനെ? അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് എങ്ങനെ പാർട്ടി ഓഫീസിൽ. ഈ പാർട്ടി ഓഫീസിലെ സുഹൃത്തുക്കളെ, ആലപ്പുഴയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത് ഈ പാർട്ടി ഓഫീസിൽ വന്നപ്പോൾ ഏതോ കൂടെയുള്ള സഹപ്രവർത്തകയുടെ ഫോട്ടോ എടുത്തെന്നോ ആ സഖാവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി പാവ ഈ പോലീസുകാർ തന്നെ. ഈ ഏപ്പടത്തിൽ പോലും ഇല്ല ഇത്രമാതിരി തുണ്ടുകൾ, അമ്മാതിരി തുണ്ടുകൾ ആ ഫോണിലുള്ളത്. ലജ്ജയില്ല നിങ്ങൾക്കൊക്കെ വലിയ അമ്മയും പെങ്ങന്മാരും. എന്നിട്ട് വിമൻസ് ഡേയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വിമൻസ് ഡേ വളരെ നല്ലൊരു ആശയമാണ്. തീർച്ചയായിട്ടും നമ്മൾ രാത്രി നടത്തത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എങ്ങോട്ട്? വീണ ജോർജിന്റെ നേതൃത്വത്തിൽ. അയ്യോ അത് വേണ്ട, ചിന്തേച്ചി ഉണ്ടല്ലോ, ചിന്തേച്ചി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. ചിന്തേച്ചി ഇല്ല, കൊല്ലത്ത് 1-2 പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സമ്മേളനമുണ്ട്. എവിടെ? കുണ്ട്രാണ്ടി ഓഫീസിലല്ലേ? 4 ദിക്കിലേക്കും പോയിരിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കൾ. കുണ്ട്രാണ്ടി ഓഫീസിൽ ചിന്താ ജെറോമിന് ഒരു വൻ സ്വീകരണം. നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. കുണ്ട്രാണ്ടി ഓഫീസിൽ ചിന്താ ജെറോമിന് വൻ സ്വീകരണം. പറയണ്ടോ എന്തെങ്കിലും? പറയടോ. ഞാൻ പറയടോ. നിങ്ങൾ അനാവശ്യമായി ഞങ്ങളുടെ വീണയെ തൊട്ടൊന്നും കളിക്കണ്ട കേട്ടല്ലോ. നിങ്ങൾ കുറെ നാളായിട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് ആ പാവത്തിനെ? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ ആ പേര് പറഞ്ഞ് മാസപ്പടി മേടിച്ചത്? ആ പേര് പറഞ്ഞ് മാസപ്പടി മേടിച്ചത്? ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? പേടി മാങ്ങാത്തുലി പറഞ്ഞോണ്ടിരുന്നോ? പേടി കാരണം. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, വനിതരത്നമായിട്ട് നമുക്ക് KK രമയെയും അതേപോലെ തന്നെ പാർട്ടി കുലംകുത്തികളെ ഒന്നും നമ്മൾ അംഗീകരിക്കില്ല. പാർട്ടി ഒട്ടും വഞ്ചിക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. കൂടി ഒരു പോയിന്റ് ആണ്. KK രമയും സ്വപ്ന സുരേഷിനെയും അതേപോലെ തന്നെ മറിയക്കുട്ടി അമ്മയെ നമ്മൾ വനിതാരത്നങ്ങളായി പ്രഖ്യാപിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ശരി സുഹൃത്തുക്കളെ, ചിന്താ ജെറോമിന്റെ ആന്റി ഓഫീസില് മീറ്റിംഗ് നടക്കട്ടെ. നമുക്കപ്പോ നാളെ കാണാം. കഴിഞ്ഞു വീട്ടിൽ പോകും. നാട്ടുകാരുടെ അടുക്ക് എങ്ങനെ ചെല്ലും? ഇങ്ങനെ ചെന്നാ മതി. പൊക്ക്